പങ്കജാക്ഷമനോൻ ഇവിടെ. അങ്കിൾ, ഞാനാണ് മീര. പ്രിയ ഉണ്ട് അവിടെ? ആ, അവള് കുളിച്ചോണ്ടിരിക്ക, ഇപ്പൊ വരും. മോളെ എപ്പോ വന്ന്? ഞാനിന്ന് മോർണിംഗ് ഫ്ലൈറ്റിലെത്തി. വിമാനത്തിലോ? എത്ര രൂപയോ മോളെ കൂലി? 900 രൂപയോ? വല്ല ബസ്സിലോ മറ്റോ വന്നിരുന്നെങ്കിൽ 10-25 രൂപയ്ക്ക് പൂനായി നാട്ടിലെത്തത്തില്ലായിരുന്നോ? ബാക്കി കാശ് വല്ല കൊള്ളാവുന്ന ബ്ലേഡ് കമ്പനിയിൽ ഇട്ടിരുന്നെങ്കിൽ 30-32% പലിശ കിട്ടത്തില്ലായിരുന്നോ? അങ്കിളിന് എപ്പോഴും ബാങ്കിൽ പണം ഇട്ട് പലിശ വാങ്ങണമെന്നുള്ള വിചാരമേ ഉള്ളൂ. അത് കൊള്ളാം. വിവരമുള്ളവർക്കും ബുദ്ധിമാന്മാർക്കും മാത്രമേ പലിശക്കാശ് കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ മോളെ. നീ കൊച്ചല്ലേ, ഇതും ഇതുപോലെ പലതും നിനക്ക് ഇപ്പൊ മനസ്സിലാകില്ല. ആ, അത് വരുന്നുണ്ട്, അവിടെ കൊടുക്കാം. ആരാച്ചാ? മീര. മീരയോ? ഹലോ മീര. ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിലെത്തി. നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. ഞാനേ ഹലോ ഹലോ. എന്ത് പറ്റി മോളെ? നാശം, ഡിസ്കണക്ട് ആയി. മോളെ മോളെ, മീരയെ വിളിക്കണോ? അതെ. എന്തിനാ മോളെ? അവൾ ഇങ്ങോട്ട് വിളിക്കും, വെറുതെ 75 പൈസ കളയണോ? ഓ, ഞാൻ തന്നേക്ക് 75 പൈസ. അച്ഛന്റെ ഒരു പിശുക്ക്. നീ തന്നാലും നിന്റെ അമ്മ തന്നാലും എന്റെ പോക്കറ്റിൽ നിന്നാ ചോരുന്നത്. നിങ്ങൾ എന്തിനാ എന്റെ അമ്മയ്ക്ക് പറയുന്നത്? സാവിത്രി അമ്മ കേൾക്കാതെ ഓരോന്ന് പറഞ്ഞ് ഉടക്കാൻ വരരുത്. ഞാൻ നിന്റെ അമ്മയ്ക്ക് പറഞ്ഞില്ല, എവിടെ അമ്മയ്ക്കാ പറഞ്ഞത്? ആർക്കാ മോളെ ഫോൺ ചെയ്യുന്നത്? മീരയ്ക്കോ മമ്മി? കട്ടായി പോടി. ഇത് എപ്പോ തന്നെ അങ്ങ് വന്നേക്കാം. നീ അങ്ങ് പൊയ്ക്കളരുതേ. ഓക്കെ. രാവിലെ 75 പൈസ. നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും ഈ പലിശയുടെയും പൈസയുടെയും കണക്ക് മാത്രമേ ഉള്ളൂ. അതേടി അതെ. ഞാൻ ഇങ്ങനൊക്കെ പിടിച്ചുണ്ടാക്കുന്നോണ്ടാ തള്ളേ മോളും മുതുകു തുറന്ന ബ്ലൗസും സാരിയൊക്കെ കൊടുത്തു നടക്കുന്നത്. അല്ലോ, നിങ്ങളെ പോലെ ഈ കച്ചത്തോട് തീർന്നുകൊണ്ട് ഞങ്ങൾ കിടക്കാൻ പറ്റുമോ? എനിക്കാണെ ക്ലബിനെ പറ്റും പോകേണ്ടതാ. അവിടെ ഒരു ക്ലബ്ബ്. എടി, ഈ വേഷം കിട്ടുന്ന കാശൊക്കെ വല്ല പ്രൈവറ്റ് ബാങ്കിൽ വിട്ടാ നല്ല 1-ാം തരം പലിശ കിട്ടും. ഇന്നൊരു കൂട്ടർ 32%, വേറൊരു കൂട്ടർ 36% പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. നിനക്കറിയാവോ? അതെങ്ങനെ അറിയാനാ? അക്ഷരം അറിയാമെങ്കിലല്ലേ പത്രം വായിക്കാൻ പറ്റൂ. എന്തിനാ മനുഷ്യ, ആകെ കൂടി ഒരു മോളല്ലേ ഉള്ളൂ. ഇങ്ങനെ തിന്നാതെ കുടിക്കാതെ ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കാനാ? ഉണ്ടാക്കിയ കാശൊക്കെ മകൾക്ക് സ്ത്രീധനമായിട്ട് കൊടുക്കുമെന്നായിരിക്കും വിചാരം. എന്റെ മോള് കൊള്ളാവുന്ന ഒരുത്തിനെ ഒപ്പിച്ചെടുത്താ അവക്കൊള്ളാം. അല്ലാതെ സ്ത്രീധനം കൊടുത്ത് പങ്കജാക്ഷമേനോ കെട്ടിക്കൊന്ന് വിചാരിക്കണ്ട. മോളെങ്ങനെയാ പോകുന്നത്? നമ്മുടെ കാർ എടുത്തോണ്ട്. എന്തിനാ മോളെ ആ മീരെ കൊച്ചോണ്ട് ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞാ പോരായിരുന്നു? വെറുതെ നമ്മുടെ കാർ ഓടിച്ച് എന്തിനാ പെട്രോൾ കത്തിക്കുന്നത്? പലിശ നിരക്കൊന്നും കാണാനില്ലല്ലോ. 2% അധിക പലിശ. എല്ലാ നിക്ഷേപങ്ങൾക്കും ജൂൺ 20 വരെ 26%, 28%, 30%, 32%. അല്ല, ഇതാരും മീരമോളാ? ഇങ്ങോട്ടൊക്കെ വരാൻ വഴി അറിയോ മോക്ക്? അങ്കിൾ, പ്രിയ എവിടെ? അവളകത്തുണ്ട്. ഇതെന്ത് കുന്തനാണ്ടാ മോളെ? വീഡിയോ ക്യാമറ. ഫോട്ടോ എടുക്കുന്ന? അതെ. ഇതിനെന്നാ വില വരും? 25,000 രൂപ വരും. ഫോട്ടോ എടുക്കുന്ന കിറ്റ്ലോക്കിന്റെ വിലയെ 25,000 രൂപ. 25,000 രൂപ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടിട്ടാലേ 32% പലിശ കിട്ടും. ഇത് കണ്ട? ആന്റി എവിടെ അങ്കിൾ? ആന്റി, ഹായ് ആന്റി. മീരയോ? മോള് വന്നെന്ന് പ്രിയ പറഞ്ഞു. ഇന്ന് ഏതായാലും മോള് വന്നത് നന്നായി. ഇന്നെന്താ വിശേഷം? ഇന്നൊരു കൂട്ടർ പ്രിയ കാണാൻ വരുന്നുണ്ട്. ചെറുക്കൻ ഡോക്ടറാ. നേരാണോ ആന്റി? എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി ആ ബ്രോക്കർ നാരായണൻ വന്ന് പറഞ്ഞത് ഇന്ന് അവർ ഇവളെ കാണാൻ വരുമെന്ന്. നല്ല കാര്യമാ മോളെ. മോളെ ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. കാര്യമൊക്കെ നല്ലതാ, പക്ഷെ നാട്ടിലെങ്ങും ഇല്ലാത്ത വിലയാ ചോദിക്കുന്നത്. വിലയോ? സ്ത്രീധനം 2 ലക്ഷം രൂപയെ. പ്രിയ, പ്രിയ. ഞാനിവിടെ നിന്ന് മരത്തേന്ന് കുലുക്കിയെടുക്കാനെന്നാ വരുന്നവന്റെ ഒക്കെ വിചാരം. രാപകല് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് വല്ലവനും കൊണ്ട് കൊടുത്താലേ അവസാനം ഞാനിവിടെ ചോര കുത്തേണ്ടി വരും. ഡോക്ടർ സ്വപ്നം കണ്ട് കിടക്കുകയാണെന്ന് തോന്നുന്നു. ഒന്ന് പോടി. അപ്പഴേ ഡോക്ടർ എന്ന് കേട്ടപ്പോ നമ്മുടെ ചേട്ടന് തഴഞ്ഞോ? നിനക്ക് തമാശയാ. എനിക്ക് ഡോക്ടറെയും വേണ്ട, ആരെയും വേണ്ട. ആരെയും? ഞാൻ ആരെയും കാണാൻ പോകുന്നില്ല. അമ്മയുടെ നിർബന്ധം കൊണ്ടാ. നീ എന്നെ ഒന്ന് സഹായിക്കണം. ഞാനെന്ത് ചെയ്യണം? പറഞ്ഞു. ആ ഡോക്ടർ എന്നെ കണ്ടിട്ടുണ്ട്. അയാൾക്കെന്നെ വലിയ കമ്പമാ. നീ ഈ പ്രപ്പോസൽ ഒന്ന് കലക്കി തരണം. ആ കാര്യം ഞാൻ ഏറ്റു. അവരൊന്ന് കണ്ടിട്ട് പോട്ടെ.
എന്ന് വെച്ച് കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല. ആ പക്ഷെ ഒരു കാര്യം, നീ കുറച്ചുകൂടി ആക്റ്റീവ് ആണ്. ചേട്ടനെ തനിച്ച് കാണുമ്പോ നീ കേറി ഹെഡ് ചെയ്യണം. അങ്ങനെ എളുപ്പത്തിൽ വീഴുന്ന ആളൊന്നല്ല എന്റെ ചേട്ടനെന്ന് നിനക്കറിയാവല്ലോ. ആ പിന്നെ നിന്റെ പാസിംഗ് പോലെ ഇരിക്കും ബോർഡ് പോസിറ്റീവ് വീഴുന്നത്. എന്താ അങ്കിൾ? മോളിങ് വന്നേ. ഞാനോ? ആ എന്തിനാടി? അങ്കിൾ എന്തിനാ വിളിച്ചത്? അങ്കിൾ ഒരു കാര്യം പറഞ്ഞ മോൾ അനുസരിക്കുവോ? എന്താ അങ്കിൾ? പ്രിയയുടെ ഈ ഡോക്ടറുമായിട്ടുള്ള കല്യാണക്കാര്യം മോളൊന്ന് കലക്കി തരണം. അവിടെ തള്ള പറയും 2 ലക്ഷം കൊടു 3 ലക്ഷം കൊടുന്നൊക്കെ. അവിടെ തള്ള ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ 5000 തൂമ്പേ 3 പവനുമായി എനിക്ക് തന്നത്. പിന്നെ പ്രിയയ്ക്ക് വേണ്ടി ഞാനൊരു 25,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഒതുങ്ങുന്ന കാര്യമാണെങ്കിൽ ഞാൻ നടത്തി കൊടുക്കാം. ഇതതാണോ 2 ലക്ഷം രൂപയായി? ആ പിന്നെ എന്റെ മോടെ കല്യാണക്കാരി ഞാനാ കലക്കിയെന്ന് അവിടെ തള്ളെ അറിയാൻ ഇടവരരുത്. ആ മോള് വയ്ക്കൂ. വല്ല ആമ്പിള്ളേരുമായിരുന്ന ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ ഇങ്ങോട്ട് ഒഴിയാനെ. പ്രസവിക്കാൻ ലേബർ റൂമിൽ കയറിയപ്പോ പ്രത്യേകം ഞാൻ പറഞ്ഞ പെങ്കൊച്ചിനെ കൊണ്ട് വരരുതെന്ന്. അന്ന് അവളത് കേട്ടില്ല. ഇപ്പൊ പറയുന്നു ലക്ഷം കൊടുക്കും. പോവില്ലാതെ ആശുപത്രിയില്ല. മരുന്നിനും മറ്റുമായി ഒരു 500 രൂപ വേണ്ടിയിരുന്നു. ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഈശ്വരാ, ഓരോ പരീക്ഷണങ്ങളെ. കേശവ, രൂപ ഇവിടെ ഇരിപ്പില്ലായിട്ടല്ല, രൂപ ഇവിടെ ഉണ്ട്. പക്ഷെ തന്നെ ദൈവം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തനിക്ക് രൂപ തന്ന് സഹായിച്ച ദൈവം എന്നെ ശിക്ഷിക്കും. വെറുതെ ഞാൻ എന്തിനാ ദൈവത്തിന് ഇടവരുത്തുന്നത്? അതുകൊണ്ട് കേശവൻ പോ. ചേട്ടാ, കേശവൻ പേടിക്കണ്ട. ഈശ്വര നിശ്ചയം പോലെ എല്ലാം നടക്കുള്ളൂ. കേശവൻ പോയിക്കോ കേട്ടാ. ഇലനക്കി പട്ടിയുടെ കിരിനക്കാമെന്നു പറഞ്ഞ പോലെ വേറെ എങ്ങും അവന് കടം ചോദിക്കാൻ കണ്ടില്ല. 32% പലിശ കിട്ടുമ്പോഴാ ഓരോരുത്തനെ കടം ചോദിക്കാൻ വരുന്നത്. ഓവേ അങ്കിൾ പ്രിയ എവിടെ? അവള് നാളെ കൂടെ ജവളി മേടിക്കാൻ പോയിരിക്കുക, എന്നെ മുടിപ്പിക്കാൻ. അയ്യോ, എന്താ മോളെ? അല്ല, പ്രിയൻകുട്ടി കോട്ടയം വരെ പോകാന്ന് വിചാരിച്ചു വന്നതാ. എപ്പോ വരുമെന്നെല്ലാം പറഞ്ഞു. കൊണ്ടുപോയ കാശ് വേണം തീർത്തേ വരൂ, സന്ധ്യ ആവും. എന്നാ ഞാൻ വരട്ടെ അങ്കിൾ. ആ